dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു അടിപൊളി നെക്ലസ് ആണ്. അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. ബീഡ്സ് ആണ്. ഇത് സ്റ്റോൺ ബീഡ്സ്, കുഞ്ഞു ഗോൾഡൻ കളർ ബീഡ്സ്, ജംബ് റിങ്സ്, മെറ്റൽ വയർ, തിൻ ആയിട്ടുള്ള മെറ്റൽ വയർ ആണ്. ദെൻ ബാക്ക് ത്രെഡ് അല്ലെങ്കിൽ ബാക്ക് ചെയിൻ യൂസ് ചെയ്യാം. പിന്നെ കട്ടർ, പ്ലെയർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ന് ആവശ്യം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ കോപ്പർ വയർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. 15 സെൻറ്റിമീറ്ററാണ് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. ഈ ട്യൂബ് പോലെയുള്ള ബീഡ് ഉണ്ടല്ലോ, ഡ്രോപ്സിൻ്റെ ഷേപ്പുള്ള ബീഡ് നമ്മൾ ഫസ്റ്റ് കോർക്കാം. അതിനുശേഷം ഒരു കുഞ്ഞ് ഗോൾഡൻ കളർ മുത്ത് കോർക്കാം. ഈ കുഞ്ഞ് ഗോൾഡൻ കളർ മുത്ത് കോർത്ത ശേഷം വീണ്ടും ഈ മെറ്റൽ വയർ തിരിച്ച് ഈ വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വലിച്ചെടുക്കുകയാണ്, ടൈറ്റ് ചെയ്യാണ്. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ മുത്തും കോർത്തിട്ട് ഒരു ഫ്ലവർ ഷേപ്പ് ആക്കുന്നത്. ഒരു കംപ്ലീറ്റ് ഫ്ലവർ അല്ല, ഒരു ഹാഫ് ഫ്ലവറാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാഫ് ഫ്ലവർ ചെയ്യുന്ന അതേ ടൈപ്പിൽ തന്നെ നമുക്ക് ഫ്ലവർ മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഞാൻ ഇത് ഒരു ഡിസൈനായിട്ട് ഹാഫ് ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. കമ്മലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഫ്ലവർ ഷേപ്പിൽ മുഴുവനായിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നെക്ലസ് ആകുമ്പോൾ ഹാഫ് ഷേപ്പ് ഭംഗിയുണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഡിസൈൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഞാൻ 5 മുത്താണ് യൂസ് ചെയ്യുന്നത്. ഈ ട്യൂബ് ഷേപ്പുള്ള മുത്ത്, അതായത് വെള്ളത്തുള്ളിയുടെ ഷേപ്പുള്ള മുത്ത് 5 എണ്ണം, കുഞ്ഞ് ബീഡ്സും 5 എണ്ണമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ സ്റ്റോൺ ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 5 മുത്ത് ഇതേപോലെ തന്നെ നമ്മൾ കോർക്കണം. ആദ്യം ഒരു വലിയ മുത്ത്, പിന്നെ ചെറിയ മുത്ത് കോർത്ത ശേഷം വീണ്ടും തിരിച്ച് വലിച്ച് നന്നായി ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ കൈകൊണ്ട് കിട്ടുന്നില്ല വെച്ച് പ്ലെയർ വെച്ചിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യാം. പ്ലെയർ വെച്ച് വലിക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടി നല്ല ടൈറ്റായിരിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ടൈറ്റാക്കി വലിച്ച് വെച്ചാലേ നമ്മൾ നെക്ലസ് ആയിട്ട് ഇടുന്ന സമയത്ത് ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. കുറച്ച് ലൂസ് ഉണ്ട് പറഞ്ഞാൽ അത് ആ പൊങ്ങിയും താന്നൊക്കെ ഒരുപോലെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോ മുത്തും കോർക്കാൻ. ഇപ്പോൾ ഈ വലിയ ഗോൾഡൻ ബീഡ്സിന് ഒരെണ്ണത്തിന് 1 രൂപയാണ്. നമ്മൾ ഹോൾസെയിലായിട്ട് അല്ലെങ്കിൽ 100 എണ്ണമൊക്കെ ഉള്ള ഒരു പാക്ക് വാങ്ങിക്കണമെങ്കിൽ 80 രൂപയായിരിക്കും വില. ഞാനത് 100 എണ്ണം ഉള്ള ഒരു പാക്ക് വാങ്ങിച്ചതാണ് 80 രൂപയ്ക്ക്. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എണ്ണി വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിന് 1 രൂപയാവും. ഇപ്പം ഞാൻ ഒരു ഫ്ലവറിൽ 5 മുത്താണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 5 ഫ്ലവറാണ് ഈ നെക്ലസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ 25 രൂപയുടെ ചിലവാണ് നമുക്ക് ആ മുത്തിന് വരുന്നത്. ഈ ഗോൾഡൻ കളർ മുത്തിന് പകരം ക്രിസ്റ്റൽസും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതേപോലെ ഈ ഡ്രോപ്സ് ഷേപ്പ് വരുന്ന ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ഈ ഡിസൈൻ തന്നെ ചെയ്യാം. ഞാൻ അങ്ങനെ ക്രിസ്റ്റലിൽ വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കടയിൽ പോയപ്പോൾ ക്രിസ്റ്റൽസ് അവിടെ ഉണ്ടായിരുന്നില്ല, സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ മുത്ത് വെച്ച് ചെയ്തത്. പക്ഷേ ഇതും ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല ഭംഗിയുണ്ട്. ഇത് കഴുത്തിൽ ഇട്ട് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഒരു ഗോൾഡൻ നെക്ലസ് ഇടുന്ന പോലെ തന്നെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 5 മുത്തും കോർത്തു, നന്നായി ടൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഒരു ഹാഫ് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. മുഴുവനായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ഇനിയും കണ്ടിന്യൂ ആയിട്ട് കോർത്താൽ മതി. നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ സ്റ്റോൺ ബീഡ് ഉണ്ടല്ലോ, അത് നടുവിൽ കോർക്കാനാണ്. നടുവിൽ കോർക്കുമ്പോൾ ഒരു ഭാഗത്ത് കോർത്ത ശേഷം മറ്റേ ഭാഗത്തും ക്രോസ് ആയിട്ട് കോർക്കണം. ഒരേ ഭാഗത്തു നിന്നല്ല രണ്ടും കോർക്കുന്നത്. ഒന്ന് കോർത്ത ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് മറ്റേത് കോർക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് കോർക്കണം മുത്തിൻ്റെ. അതിനുശേഷം ഈ രണ്ടറ്റത്തും വലിച്ച് നന്നായി ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ പ്ലെയർ യൂസ് ചെയ്തിട്ട് തന്നെ നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യുക. എങ്കിൽ തന്നെ അത് നന്നായി ടൈറ്റ് ആയിരിക്കുള്ളൂ. കൈകൊണ്ട് വലിച്ചാലും നൂല അല്ലാത്തത് കൊണ്ട് നന്നായിട്ട് കിട്ടില്ല. അതുകൊണ്ട് പ്ലെയർ യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത ശേഷം ഈ 2 വയറുണ്ടല്ലോ, അത് രണ്ടും കൂടി ചേർത്ത് പിടിച്ചിട്ട് നന്നായിട്ട് ചുറ്റി വെക്കുക ചെയ്യുന്നത്. നമുക്കിത് രണ്ടും കൂടി നന്നായി ചുറ്റി വയ്ക്കാം. കുറച്ച് ലെങ്ത്ത് ചുറ്റിയാൽ മതി, ഒരുപാട് വേണ്ട. നമുക്കൊരു 3-4 ചുറ്റൽ വരുന്ന പോലെ ചുറ്റിയ ശേഷം ആ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. നമ്മളിത് കംപ്ലീറ്റ് ചുറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച്, അതായത് നമ്മൾ ആ മുകൾ ഭാഗം ആവശ്യമില്ല. കമ്മലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചുറ്റിയിട്ട് അവിടെ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു ലൂപ്പിൽ അത് കോർത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കമ്മലല്ലല്ലോ നെക്ലസ് ഉണ്ടാക്കാൻ വേണ്ടി, അപ്പോൾ നമുക്ക് അവിടെ മുകളിൽ ലൂപ്പിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നന്നായി ചുറ്റിയ ശേഷം അവിടെ എക്സസൈസ് വരുന്ന കുറച്ച് ഭാഗം നിർത്തിയ ശേഷം ബാക്കി കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ചുറ്റിയത് നമുക്ക് അവിടെ പ്രസ് ചെയ്ത് വെക്കാം. കാണാത്ത ഭാഗത്തോട്ട് പ്രസ് ചെയ്ത് വെക്കാം. അതൊന്നെങ്കിൽ സൈഡിലോട്ട് പ്രസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ബാക്കിലോട്ട് പ്രസ് ചെയ്ത് വെക്കാം. പിന്നെ ഈ സ്റ്റോൺ ബീഡാകുമ്പോൾ ഈ സ്റ്റോണുകളുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചാലും മതി. അത് പിന്നെ വെളിയിലോട്ടൊന്നും വരില്ല. അങ്ങനെ കയറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെയും കഴുത്തിലൊന്നും കുത്തുമില്ല.
അപ്പോൾ നമ്മുടെ നെക്ലസ് ഉണ്ടാക്കാനുള്ള ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള 5 ഫ്ലവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര ഫ്ലവേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ ചെറുതായിട്ടൊരു നെക്ലസ് ടൈപ്പാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 5 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി കൂട്ടി ഇണക്കി ഒരു നെക്ലസിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ അപ്പോൾ ഇതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. അറേഞ്ച് ചെയ്ത ശേഷം ഇതിൻ്റെ ഇടയിലൊക്കെ ഈ ജംപറിങ് ഉണ്ടല്ലോ, വട്ടക്കണ്ണി, അത് കോർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കോർക്കണ്ടേന്ന് ഒരെണ്ണത്തിൽ ഞാൻ കാണിച്ചു തരാം. ബാക്കിയെല്ലാം ഫോർവേഡ് ചെയ്തിട്ട് നമുക്ക് വേഗം വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതാണ് ജംപറിങ്, അതായത് വട്ടക്കണ്ണി. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും സാധാരണ യൂസ് ചെയ്യുന്നത് അറിയാലോ, എടുത്തിട്ട് ജസ്റ്റ് പ്ലെയർ യൂസ് ചെയ്തിട്ട് അതൊന്ന് അകത്തണം. അകത്തിയ ശേഷം അകത്തുമ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് അകത്തുന്നതായിരിക്കും നല്ലത്. നമ്മൾ വലിച്ച അതിന് വായു വലുതാവുന്ന പോലെ അകത്തരുത്. പിന്നെ നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സൈഡിലോട്ട് അകത്തിയ ശേഷം ഈ കുഞ്ഞു മുത്തുണ്ടല്ലോ സൈഡിൽ വരുന്നതിൻ്റെ ആദ്യത്തെ മുത്തിൽ കോർക്കുക. അതിലൂടെ കോർത്ത ശേഷം അടുത്ത ഫ്ലവറിൻ്റെ ഇതേപോലെ വരുന്ന സൈഡിൽ മുത്തിലോട്ട് കോർത്തിട്ട് ഈ രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ഇതേപോലെ ആണ് നമുക്ക് ചെയ്യേണ്ടത് എല്ലാം. അപ്പോൾ ഇത് കോർത്ത ശേഷം പ്ലെയർ യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. അത് ഊരി വരാത്ത വിധം നന്നായിട്ട് അത് ചേർത്ത് വെക്കുക, ഗ്യാപ്പില്ലാതെ ചേർത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ഫ്ലവേഴ്സും തമ്മിൽ നമ്മൾ കൂട്ടിച്ചേർത്തി വെക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ജംപറിങ് മാത്രമേ കോർക്കുന്നുള്ളൂ. അതിനിടയിൽ വേറെ മുത്ത് കോർക്കണം, അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ജംപറിങ്ങിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ 2 or 3 ജംപറിങ് കൂടുതൽ കോർത്തിട്ട് കുറച്ചുകൂടി ലെങ്തി ആക്കാം, ലൂസാക്കി ഇടാം. ഇത് കുറച്ച് ഫ്ലവേഴ്സ് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ജംപറിങ് കോർക്കുന്നത്. ഇത് നമ്മൾ മുഴുവൻ കോർത്ത് കഴിഞ്ഞു, എല്ലാത്തിലും ജംപറിങ്സ് കോർത്തു. അതുപോലെ തന്നെ 2 ഫ്ലവേഴ്സിൻ്റെ അറ്റത്തും ഓരോന്ന് കോർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ബാക്ക് ചെയിൻ അല്ലെങ്കിൽ ബാക്ക് ത്രെഡ് കോർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കോർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ബാക്ക് ചെയിൻ കോർക്കാം. ബാക്ക് ചെയിൻ കോമൺ ആയിട്ട് എല്ലാവരിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് 5 രൂപയാണ്. സാധാരണ യെല്ലോ കളർ ഉണ്ടല്ലോ, അതിന് 5 രൂപയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ബാക്ക് ത്രെഡ് എടുത്തിട്ട് ഇതിൽ കോർക്കാം. ബാക്ക് ത്രെഡ് കോർക്കുമ്പോൾ അതേപോലെ തന്നെ ബാക്ക് ചെയിനും കോർക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ജംപറിങ്ങിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കോർക്കാം. ഇനി ബാക്ക് ചെയിൻ വേണ്ട, ബാക്ക് ത്രെഡും വേണ്ടാന്നുണ്ടെങ്കിൽ മുത്തന്നെ കോർത്തിട്ട് ഇതുപോലെ കുഞ്ഞു കൊല്ലങ്ങളിൽ മുത്തന്നെ ലോങ് ആയിട്ട് കോർക്കാം. നമുക്ക് കഴുത്തിൻ്റെ ബാക്കിലോട്ട് വരുന്ന ഭാഗത്ത് മുഴുവൻ മുത്ത് കോർത്തിട്ട് ഇത് ഫിനിഷ് ചെയ്യാം. അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഈസി മെത്തേഡാണ് നമ്മൾ ഈ ബാക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അഴിച്ച് വെച്ചിട്ട് വേറെ ചെയിൻ ഉണ്ടെങ്കിൽ അതും കോർത്തിടാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ജംപറിങ്ങിൽ ബാക്ക് ചെയിൻ കോർക്കേണ്ടത്. അപ്പം നമ്മുടെ അടിപൊളി നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വലിയവർക്കും ഇടാം, കുട്ടികൾക്കും ഇടാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ഭംഗി എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയാത്തത് കൊണ്ടാവും ഇതിലെങ്ങനെ കാണുന്നില്ല. ശരിക്കും നേരിട്ട് കാണുന്ന അതിൻ്റെ ഒരു ഭംഗി ഞാൻ എത്ര ഫോട്ടോ എടുത്തിട്ടും അതിൽ വരുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് നമുക്ക് തോന്നുന്നുണ്ട്, ഒരു ലുക്ക് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ നല്ല തിളക്കമുണ്ട്. കുട്ടികൾക്കാണെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. നല്ല ഒരു ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതിലൊരു 3 മുത്തും കൂടി മുകളിൽ കോർത്ത് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഫ്ലവർ ആകും. അതിനുശേഷം മുകളിൽ ലൂപ്പ് ഉണ്ടാക്കി ഇയർ ലൂപ്പ് കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മലായിട്ടും ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഇതിന് മാച്ചായിട്ട് കമ്മലും ഉണ്ടാക്കാം. ഈ ബാക്ക് ത്രെഡ് വേണ്ടാത്തവർക്ക് നമുക്ക് ചെയിൻ യൂസ് ചെയ്യാം, ബാക്ക് ചെയിൻ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ത്രെഡ് കോർത്ത പോലെ തന്നെ നമുക്ക് ഈ ജംപറിങ്ങിൽ ബാക്ക് ചെയിൻ കോർക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള ഈ ബാക്ക് ചെയിന് 30 രൂപയാണ് വില. അപ്പം നമുക്ക് ഏത് ഡിസൈൻ ചെയ്താലും അതിൻ്റെ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ചെയിൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ചെയിൻ ഇടാം. അത് ബാക്ക് ത്രെഡിന് പകരം നമ്മൾ ഗോൾഡൻ മാലകളാണെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് 30 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബാക്ക് ചെയിൻ ഇട്ടാലും നല്ല ഭംഗി തന്നെയാണ്. കുറച്ചുകൂടി ഒരു ഫിനിഷിങ് ലുക്ക് ഉണ്ട്. ബാക്ക് ത്രെഡിനേക്കാൾ നല്ല ഭംഗി എനിക്കിതിനാണ് തോന്നിയത്. പക്ഷെ അതാവുമ്പോൾ കുറച്ച് ഈസിയാണെന്ന് മാത്രം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ബാക്ക് ത്രെഡ്. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം കാണിച്ചത്. അപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാരും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലും ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടിപൊളി ഡിസൈനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.